പ്രിയപ്പെട്ടവർക്കെല്ലാം തിരുവോണാശംസകൾ നേരുന്നു. ഒരിക്കലും വാടാത്ത അക്ഷരപ്പൂക്കൾ കൊണ്ട് സ്നേഹസുഗന്ധമുള്ള ഒരാശംസാ വാക്കു നീട്ടുന്നു. സ്നിഗ്ധ മധുരിമയാർന്ന ആ ഒറ്റ വാക്കിലുണ്ട് പൊന്നോണത്തിൻ്റെ നിറഭംഗി അത്രയും. സർവചരാചരങ്ങളും തമ്മിലുള്ള താളാത്മകതയുടെ സൗന്ദര്യം തുളുമ്പുന്ന ആഘോഷമാണ് തിരുവോണം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തെ ഓണം പ്രതിനിധാനം ചെയ്യുന്നു. തിരുവോണം മനുഷ്യബന്ധങ്ങളുടെ ആഘോഷമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലുമെല്ലാം ബന്ധങ്ങൾ സുദൃഢമാകുന്ന അവസരമാണ് ഓരോ തിരുവോണക്കാലവും. ബന്ധങ്ങളെ വീണ്ടെടുക്കുവാനും ഊട്ടിയുറപ്പിക്കുവാനുമുള്ള സന്ദേശവുമായാണ് തിരുവോണം വന്നെത്തുന്നത്. വ്യക്തി സമൂഹത്തിന് വേണ്ടി, സമൂഹം വ്യക്തിക്ക് വേണ്ടി, അങ്ങനെ നിലകൊള്ളുന്ന തത്വമാണ് യജ്ഞം. ഹൃദയം രക്തം പമ്പു ചെയ്യുന്നതും വയറ് ആഹാരം ദഹിപ്പിക്കുന്നതും മുഴുവൻ ശരീരത്തിനും വേണ്ടിയാണ്. അതുപോലെ ഒരു ചെടിയുടെ വേര് വെള്ളവും വളവും വലിച്ചെടുക്കുന്നതും ഇല ആഹാരം പാകം ചെയ്യുന്നതും പരസ്പരം പോഷിപ്പിക്കുവാൻ തന്നെയാണ്. ഇതാണ് യജ്ഞത്തിൻ്റെ ആദർശം. ഞാനെന്ന ഭാവമില്ലാതെ സമഷ്ടിയുടെ നന്മയ്ക്കായി പ്രയത്നിക്കുന്നതാണ് യജ്ഞം. ആ യജ്ഞഭാവനയാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. മനുഷ്യ മനസ്സുകളിൽ സമത്വവും സമാധാനവും സന്തോഷവും നിറയ്ക്കുന്ന മഹത്തായ സന്ദേശമാവണം ഓരോ തിരുവോണക്കാലവും. പൈതൃക സംസ്കാരത്തിൻ്റെ കാപട്യമില്ലാത്ത പ്രകൃതിയുടെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു പോകുവാനുള്ള ആഹ്വാനമാവട്ടെ ഓരോ തിരുവോണക്കാലവും. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.